നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. പ്രശസ്ത സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം JB ജംഗ്ഷനിലെ അതിഥി. 36 വൈദ്യരിലെ എന്ന തമിഴ് സിനിമയിലൂടെ പുതിയ സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്ന റോഷൻ ആൻഡ്രൂസിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് JB ജംഗ്ഷൻ ഈ എപ്പിസോഡിൽ പ്രവേശിക്കുകയാണ്. എന്തായാലും ഫാമിലി ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൻസിനെ അങ്ങോട്ട് ആദ്യത്തെ കാഴ്ചയിൽ അങ്ങ് പ്രണയിച്ചു പോയി അല്ലേ? ഏതോ കോളേജ് യൂണിയൻ പരിപാടിക്ക് എന്ത് പരിപാടിക്കാൻ പോയിരുന്നു? ഇരിഞ്ഞാലക്കുട അല്ലേ പോയി? അതെ, എനിക്കറിയാം. ആ ആൻസിയുടെ കുടുംബത്തിലേക്ക് ചില ആൾക്കാരെ എനിക്കറിയാവുന്നതാണ്. ഞാൻ അറിഞ്ഞിരുന്നു. വരട്ടെ. എന്നാല് ഇങ്ങനെ ഒരു തിരക്കിട്ട വ്യക്തി കുടുംബജീവിതത്തിൽ ഇത്രയധികം സമയം കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നത് കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ റോഷനെ പ്രേരിപ്പിക്കുന്ന ആ പ്രധാന ഘടകം എന്താണ് എന്നറിയുവാനായിട്ട് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നൊരു സംശയം. ഇത് സ്ക്രിപ്റ്റഡാ? ഈ തിരക്കഥ ബോബി സഞ്ജയ് എഴുതി കൊടുത്താണോ? ഇല്ല, പുള്ളി ഫാദർ ഇൻ ലോ ആണ്. ആള് തന്നെ ചോദിക്കുക എല്ലാ കാര്യങ്ങളും. ആളുടെ ഒരു പെർസ്പെക്റ്റീവ് ഉള്ള ഒരു മനുഷ്യനാണ്. ബാങ്ക് മാനേജറായിരുന്നു. ഇപ്പൊ ടീച്ചറാണ്. ടീച്ചർ, ബാങ്കിലെ ആൾക്കാർക്ക് പഠിപ്പിക്കുന്നത്. അല്ല, ഇതൊരു എന്താ, നമ്മള് സിനിമ കഴിഞ്ഞാൽ ഫാമിലിയാണ്. അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം അവരേ ഉള്ളൂ. നമ്മൾക്ക് എന്ത് കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്തും സിനിമ ഒഴിച്ച് ബാക്കി എന്തും. ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് ഭാര്യയും മക്കളും. എപ്പോഴും ഞാൻ അവരുടെ കൂടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാലും ഈ ഒരു വിഷയം ചർച്ച ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അതിന്റെ ഒരു ഘടകത്തെയും കൂടി നമ്മൾ കൊണ്ടുവരണം. റോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിരിക്കുന്ന ആൾക്കാരിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ക്യാരക്ടറാണ്. അതേസമയം ഏറ്റവും ലവിങ് ആയിട്ടുള്ള ഒരാളാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് റോഷനും പിന്നെ എൻ്റെ പപ്പയും. അതായത് എവിടെ എന്ത് എൻ്റെ കരിയർ വൈസ് ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും പുള്ളിക്കാരനോട് ചോദിച്ചിട്ട് എടുക്കാറുള്ളൂ. അത് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി കാര്യങ്ങൾ സമീപിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ആസ് എ മ്യൂസീഷ്യൻ പറയുകയാണെങ്കിൽ ഏതൊരു മ്യൂസീഷ്യൻ്റെയും ഒരു ഡ്രീം ഡയറക്ടറായിരിക്കും. അതായത് നമ്മുടെ പാട്ടുകളെ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു ഡയറക്ടറായിരിക്കും. ഏറ്റവും മനോഹരമായിട്ട് അത് വിഷ്വൽ ചെയ്ത് തരും എന്നുള്ള കാര്യം ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. എൻ്റെ ഇതുവരെ ഇപ്പം 10-12 പടങ്ങളായെങ്കിൽ കൂടി ഇപ്പോഴും ആൾക്കാർ എൻ്റെ നോട്ട്ബുക്കിലെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടുകൂടി പറയുന്നത്. അതിൻ്റെ ഒരു റീസൺ അതിൻ്റെ വിഷ്വൽ സൈഡ് തന്നെയാണ്. പിന്നെ എനിക്ക് തന്നിരിക്കുന്ന അതിൻ്റെ കമ്പോസിങ്ങിൻ്റെ സമയത്ത് തന്നിരിക്കുന്ന ആ ഫ്രീഡം, കംപ്ലീറ്റ് ട്രസ്റ്റ് ആയിരിക്കും എനിക്ക് തരാറുള്ളത്. ഇപ്പം ആളുടെ അടുത്ത പടം ചെയ്യുന്നുണ്ട്, അതും നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു, നന്നായി പോകുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് റോഷനേട്ട, യു ആർ ദ ബെസ്റ്റ്. ദർ ആർ നോ വേർഡ്സ് ഫോർ യു. ഒരുപാട് ഉയരങ്ങളിലേക്ക് ദൈവം കൊണ്ടെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. റോഷ, ഞാനൊരു ലളിതമായ പാടുന്നത്. ഇവർ തൃശ്ശൂരുകാരല്ലേ? എൻ്റെ ഭാര്യ തൃശ്ശൂരിന്നാണ്. ഈ ഒരു ഭർത്താവിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്നറിയോ? അളിയനെ കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു PhD മേടിച്ചിട്ടുള്ള ആളാണ് റോഷൻ ആൻഡ്രൂസ്. ഞാൻ എപ്പോഴും ഈ വിദ്വാനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വിദ്വാൻ റോഷൻ, ദൈവമേ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ റോഷനെ എന്ന് പറഞ്ഞിട്ട് മാത്രമേ സീരിയസ് ആയിട്ട്. ഞാൻ ഒരു 10 വർഷമായിട്ട് ഈ മൂപ്പറ ഞാൻ ദൂരെ നിന്ന് കാണുന്നുണ്ട്. ഇവൻ എപ്പം TV വന്നാലും റോഷൻ ചേട്ടായി, റോഷൻ ചേട്ടായി, റോഷൻ ചേട്ടായി. പിന്നെ എങ്ങനെ ആൻസിനെ കൺട്രോൾ ചെയ്യാതിരിക്കാൻ പറ്റൂ? ഇവനെല്ലാം തുറുപ്പ് ചീട്ടായിട്ട് വെച്ചോണ്ടിരിക്കാനുള്ള അതല്ലേ? ഇവനില്ലായിരുന്നു ഒരു പക്ഷെ ആൻസിയിലേക്ക് എത്തില്ലായിരുന്നു. ഞാനൊരു പ്രോഗ്രാമിന് ഉദ്ഘാടനത്തിന് പോയപ്പോൾ ആളൊരു മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻസി എഴുതും, ലിറിക്സ് എഴുതാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് കവർ കണ്ടപ്പോൾ എൻ്റെ നവാസ് എന്നൊരു സുഹൃത്തുണ്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, കല്യാണം ആലോചിക്കുന്ന ഒരു കാലമാണ്. അപ്പം ഞാൻ പറഞ്ഞു, കഴിക്കാൻ തോന്നുന്ന ഒരു മുഖമാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അതാ മറ്റേ സിഡിയുടെ മുകളിൽ അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അമ്മയുടെ അനിയത്തിയുടെ മോൻ സ്വരൻ, ഇവരും മെജോവും കൂടി മ്യൂസിക് പഠിക്കാനായിട്ട് റിയാൻ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. അപ്പോൾ എൻ്റെ ബ്രദറിന് വേണ്ടി കല്യാണം നോക്കുന്നു. അപ്പോൾ ആള് പറഞ്ഞു ആളുടെ സിസ്റ്ററിന് വേണ്ടി കല്യാണം, ഈ ഫോട്ടോ തരും കാണിക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഈ വിഷ് ലിസ്റ്റ് കൊടുത്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ CD അങ്ങോട്ട് അത് തിരിച്ചിവിടെ എത്തി. ഈ CD കാണുന്നതിന് മുമ്പ് ആൻസിനെ കണ്ടിരുന്നില്ലേ?
ഇല്ല, ആൻസിനെ കണ്ടില്ല. ഓ, ഈ ആള് മെജോ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മോജോയുടെ സഹോദരിയാന്ന് അറിയായിരുന്നു. അത് ആ CD-യിൽ രണ്ടുപേരും നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ CD-യുടെ പുറം കവറിലുള്ള ഫോട്ടോ തന്നെയാണ് മനസ്സിലേക്ക് കയറി വന്നത്. അതെ. മോശമല്ല കേട്ടോ. വരട്ടെ, ഇവിടെ വരേണ്ടടുത്തുണ്ട്. ഹായ് റോഷൻ, വർഷങ്ങളായിട്ടുള്ള നമ്മുടെ സൗഹൃദം. നിന്റെ ആദ്യത്തെ ടെലിഫിലിം ഞാനും ബാബു ആലക്കലും സുഭാഷും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഉദയനാധാരം മുതലിപ്പോൾ 36 വയസ്സിലെ വരെ ഈ സൗഹൃദം അന്നത്തെ പോലെ ഇന്നും നിലനിർത്തിക്കൊണ്ടുപോകുന്നു. എന്നിൽ മാത്രമല്ല മറ്റുള്ളവരിലും. ഇതെങ്ങനെ സാധിക്കുന്നു? ഈ മൂപ്പരാണല്ലോ ഇതിന് ഈ കല്യാണത്തിന്റെ ഒരു ഇടക്കാരെന്ന് പറയാവുന്ന ആള് അല്ലേ? ഇത് കമ്മീഷൻ വല്ല പറ്റുമോ? ഇല്ല, ആളായിരുന്നു എന്റെ ഫസ്റ്റ് ടെലിഫിലിം നിർമ്മിച്ചതും. ഇവര് 3 സുഹൃത്തുക്കളോടെയാണ്. ഈ ക്രിസ്ത്യൻ ഫാമിലിയിലൊക്കെ ഈ പറഞ്ഞ തൃശ്ശൂർ ഭാഗത്തൊക്കെ 3% കമ്മീഷനാണ് കല്യാണത്തിന് കല്യാണത്തിന് പറഞ്ഞാൽ മറ്റേ തുകയ്ക്ക് ശ്രീധനം. അതെ. അപ്പൊ 3% അർഹതക്കാരനാണ് അവര്. അത് കൊടുത്തേക്കണം എപ്പോഴെങ്കിലും കേട്ടോ. ഓക്കെ. ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് സൗഹൃദങ്ങളെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ചാതുര്യം റോഷന്റെ സ്വഭാവത്തിൽ ഒരു പ്രത്യേകതയായിട്ട് സൗഹൃദങ്ങൾ നിലനിർത്താറുണ്ടോ? എഫേർട്ട് എടുക്കാൻ സിനിമാ ഫീൽഡിലൊക്കെ സൗഹൃദമുണ്ടോ റോഷൻ? അങ്ങനെയല്ല. നമ്മൾക്ക് ഇപ്പം ലോകത്ത് എല്ലാം പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് സുഹൃത്താണ്. ഭാര്യയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും മക്കളുടെ അടുത്തും കാര്യങ്ങൾ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഉറപ്പായിട്ടും എനിക്കറിയാതെ. അപ്പോൾ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് നവാസാണോ? ഒരു സുഹൃത്തുക്കളിൽ ഒരാളാണ്. എല്ലാ കാര്യം നവാസിന്റെ അടുത്ത് പറയില്ല. എല്ലാം പറയും. ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഇപ്പൊ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നവരെ ആൾക്കറിയാം. അതുപോലെ സഞ്ജു, ഒരുപാട് പേരുണ്ട്. ഇവിടെ വരുന്നതിന് മുമ്പ് ഈ നവാസ് എന്താ പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നു പറയുമ്പോ? ഒന്നുമില്ല, ആള് എല്ലാവർക്കും അറിയാം. ഞാൻ പറയണ്ടല്ലോ ആരാണ് മുമ്പിൽ ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സത്സന്ധമായിട്ട് പറയണമെന്ന് പറഞ്ഞില്ലേ? അത് പറയും. പറഞ്ഞു. ഓക്കെ, ശരി. ഓക്കെ, പറഞ്ഞു. അപ്പോ പറഞ്ഞോളൂ. അല്ല, അതേ ഉള്ളൂ. സുഹൃത്തുക്കള് പിന്നെ കുറച്ച് നമ്മൾക്ക് സിനിമ സംവിധായകനായതിനു ശേഷം സുഹൃത്തുക്കളല്ല, സിനിമ സംവിധായകനാകുന്നതിന് മുമ്പുള്ള എൻ്റെ കൂടെ എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ കൂടെ നിന്ന 6-7 പേരുണ്ട്. അവർ തന്നെയാണ് ഇപ്പോഴും എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ. അതായത് ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് അല്ലെങ്കിൽ ഒരു 1.5 പതിറ്റാണ്ട് മുമ്പ് ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോഴുള്ള സുഹൃത്തുക്കൾ. കറക്റ്റ്. പുതിയ സുഹൃത്തുക്കളെ റോഷൻ ഇൻഡക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അതിനുള്ള എനിക്ക് അവരുണ്ടല്ലോ, അവരോട് തന്നെ സമയം ഇല്ല തീരാൻ. അവരോട് തന്നെ പറഞ്ഞാൽ മതി. പുതിയ പോസ്റ്റ് ഓഫീസിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ശാശ്വത ഇവിടെയുള്ള അറിയാമല്ലോ, ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പിന്നെ വരുന്നതെല്ലാം സുഹൃത്തുക്കളാവുന്നത് പോലും ഒരു സിനിമാ സംവിധായകൻ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടതാണ്. വരട്ടെ. റോഷന്റെ കൂടെ കഷ്ടപ്പാട് കാലത്ത്, ബുദ്ധിമുട്ട് കാലത്ത്, വിഷമസന്ധിയിലൊക്കെ താങ്കളുടെ ബലം കൂട്ടുകാരായിരുന്നു. ഈ കൂട്ടുകാരിൽ നിന്ന് ഇഷ്ടംപോലെ സംഗതികൾ താൻ സിനിമയിലെടുത്ത് ഉപയോഗിക്കണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല കാലം വന്നു നിൽക്കുന്ന ഈ സമയത്ത് എപ്പോഴും ഇതുപോലെ ജ്വലിച്ച് നിന്നോളുന്നില്ലല്ലോ. ജ്വലിച്ച് നിൽക്കില്ല എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ജ്വലിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ഈ കൂട്ടുകാർക്ക്, ഇല്ലായ്മയുടെ കാലത്ത് കൂടുന്ന കൂട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ്, ഒരു സിനിമയോ മറ്റെന്തെങ്കിലും ചെയ്യാനായിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ട്. താങ്കൾക്കൊരു ഹൃദയം ഉണ്ടാവണ്ടല്ലേ? താങ്കൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളല്ലേ? ഡേവിസ് അല്ലേ? ഡേവിസ് ഏട്ടാ കലക്കേട്ടാ. മൂപ്പർ പറഞ്ഞത് നല്ലൊരു ചോദ്യമാണ്. അതായത് ഈ കഷ്ടകാലത്ത്, അതായത് റോഷൻ ആൻഡ്രൂസിന്റെ ഫാദറിന്റെ ബിസിനസ് പൊളിഞ്ഞ് ഒരുപക്ഷെ ദാരിദ്ര്യമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ തന്നെ ജീവിതം വലിയൊരു പ്രതിബന്ധമാകുന്നു. ഇന്നത്തെ ചെറുപ്പക്കാർ ഒരാൾ പോലും ഏറ്റെടുക്കാൻ മടിക്കുന്ന ഒരു പ്രൊഫഷൻ റോഷൻ ആൻഡ്രൂസ് ഏറ്റെടുക്കുന്നു. ഒരു കൊറിയർ കമ്പനിയിലെ എന്താ പറയുക, ഒരു കൊറിയർ ഏജന്റ് അല്ല, എന്താ അതിന് പറയാ, കൊറിയർ ബോയ് ഒരു കൊറിയർ ബോയ് ആയിട്ട് റോഷൻ സേവനം നടത്തുന്നു. ഒരു കൊറിയർ ബോയിൽ നിന്ന് ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകനായി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെയാണ്, ഒരുപക്ഷെ എനിക്കൊരു വിഷ്വലൈസേഷൻ എബിലിറ്റി ഉണ്ട് എങ്കിൽ അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പോലും ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഇത്ര ഫാസ്റ്റായിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഇത്രയും ഹ്രസ്വ സമയം കൊണ്ട് ഒരു ചെറിയ എന്താ പറയണ്ടേ, ഒരു കൊറിയർ ബോയിൽ നിന്ന് ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ്റെ ഒരു പദവിയിലേക്കും പരിവേഷത്തിലേക്കും റോഷൻ ആൻഡ്രൂസ് മാറുന്നു. പഴയ ദിനങ്ങൾ ഇടയ്ക്ക് മിഡിൽ ഓഫ് ബ്ലാങ്കറ്റിൽ വന്ന് നിൽക്കാറുണ്ടോ? ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് (?) പഴയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തുകൂടാ? സുഹൃത്തുക്കള്, എൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കള്
ഒന്നും പ്രതീക്ഷിച്ചല്ല എൻ്റെ കൂടെ നിൽക്കുന്നത്. എങ്കിൽ ശരി, ഞാൻ ഇന്നിപ്പോൾ ഇവനെ സഹായിക്കാം, നാളെ ഇവൻ നന്നാവുമ്പോൾ പണമോ മറ്റോ അങ്ങനത്തെ രീതിയിലുള്ള സുഹൃത്തുക്കളല്ല അവർ. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടാലും അവരെന്നിൽ നിന്നൊന്നും സ്വീകരിക്കാറില്ല. എന്നെ അറിയാവുന്ന, എൻ്റെ രീതികൾ അറിയാവുന്ന സുഹൃത്തുക്കളാണ് അവർ. പിന്നെ ഇപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഒരു നിർമ്മാതാവ് വരുന്നു, ശരി ഞാൻ സംവിധാനം ചെയ്യാം, അയാൾക്കും കൂടി കുറച്ച് കാശ് കൊടുത്തു എന്ന് പറയാം, അത് ഞാൻ ചെയ്യില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് കാശ് കൊടുക്കണം, നിങ്ങൾ കാശിറക്കിക്കോളൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് രീതിയിൽ ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ എന്നും ഞാൻ അവർക്ക് വേണ്ടിയുണ്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുക. ഞാൻ എന്നും അവരുടെ എന്തെങ്കിലും ആവശ്യം എന്നോട് ആവശ്യപ്പെട്ടാലും ആവശ്യപ്പെട്ടില്ലെങ്കിലും അവരുടെ കാര്യങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ആ സമയത്ത് ഞാൻ ഉണ്ടാവും, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ. ഒരുപക്ഷെ ഡേവിസിനുള്ള മറുപടി ഞാൻ കുറച്ചും കൂടി അതിനെ അനുബന്ധമായി ചേർത്തുകൊണ്ട് പറയാം. അതായത് ഒരു സാമ്പത്തിക സമവാക്യത്തിന്റെ മൂശയിൽ വെച്ചുകൊണ്ടൊരു സൗഹൃദത്തിന്റെ ഒരു തിരിച്ച് നൽകൽ ചിന്തിക്കുന്നതാണ് അബദ്ധം. ആവശ്യങ്ങളും ഒരുപക്ഷെ അനിവാര്യതകളുമാണ് സഹായവും സഹായമില്ലായ്മയൊക്കെ നിർണ്ണയിക്കുന്നത്. ഒരു സഹായിക്കാനുള്ള മനസ്സാണ് സഹായത്തെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ആ ഒരു മനസ്സ് താങ്കൾക്കുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. അന്ന് ശ്രമിക്കും. ഈ സൗഹൃദമാണ് ഒരുപക്ഷെ താങ്കൾ സിനിമയിലും പല സിനിമകളിൽ എടുത്തുപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു സിനിമ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള മൂവി ആയിരുന്നു അല്ലേ? ലൊക്കേഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. സ്കൂളിന് ഒരു ദിവസം 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ആ സ്കൂളിന്. ആ സ്കൂളുണ്ടായെങ്കിൽ ആ സിനിമ ചെയ്തിട്ട് കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് PV ഗംഗാധരൻ സാർ, അദ്ദേഹം ഉണ്ടായത് കൊണ്ടാണ് ആ സിനിമ ശരിക്കും ഉണ്ടായത്. മാതൃഭൂമി ഗ്രൂപ്പിൻ്റെ ഒരു സപ്പോർട്ട്. കാരണം അല്ലാത്തൊരു സ്കൂളിൽ പോയിട്ട് ഈ കഥ പറയാൻ, കാരണം 35ഓളം സ്കൂളുകൾ ഞാൻ കേരളത്തിൽ കണ്ടു. അതിൽ ഏറ്റവും അപ്പീലിംഗ് ആയി തോന്നിയൊരു സ്കൂളാണ് ഇത്. അപ്പോൾ അതിൽ കോംപ്രമൈസ് ചെയ്യാൻ റോഷൻ തയ്യാറായിരുന്നില്ല. ഇല്ല. പക്ഷെ ഈ സിനിമ ഒരുപക്ഷെ റോഷൻ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണെങ്കിലും ഈ സിനിമയുടെ ഒരു മേക്കിങ്ങിന് അനുസൃതമായിട്ടുള്ള ഒരു വിജയം നേടിയെന്നൊരു സംശയം. അതെ. നിരാശ തോന്നി? ഇല്ല, നിരാശയില്ല. ആ സിനിമ ഇന്നും സംസാരിക്കപ്പെടുന്നു, ആ സിനിമ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ആ സിനിമ ഫേഡ് ചെയ്യുന്നില്ല. ഇല്ല. ഒരുപക്ഷെ മറ്റ് സിനിമകളൊക്കെ ഫേഡ് ചെയ്താലും ഈ സിനിമ കുറച്ചുകൂടി തെളിഞ്ഞെളിഞ്ഞ് വരുന്നു. അതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? യെസ്. ആ സിനിമയുടെ വാല്യൂ ഒരുപക്ഷെ ആ ജംഗ്ജറിലെ പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയി. യെസ്. കാലത്തിന് മുമ്പ് സഞ്ചരിച്ചു പോയോ? ചിലപ്പോൾ അങ്ങനെ പറയാം, അങ്ങനെ പറയപ്പെടുന്നു. റിഗ്രറ്റ് ഇല്ല? ഇല്ല. അന്ന് സന്തോഷിച്ചു, ഇന്ന് സന്തോഷിക്കുന്നു. വരട്ടെ, ഇവിടെ വരേണ്ട ഒരാളുണ്ട്, വരട്ടെ, ആരാ നോക്കട്ടെ. നോട്ട്ബുക്ക് എന്ന ചിത്രം താങ്കളും ഞാനും എൻ്റെ ഫാമിലിയുമായിട്ട് അതിൻ്റെ തുടക്കം കുറിക്കുകയും അത് അവസാനം വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുകയും എല്ലാം ചെയ്തപ്പോൾ താങ്കൾക്ക് ഈ ഞങ്ങളുടെ ഈ ഗൃഹലക്ഷ്മിയെ സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെപ്പറ്റിയും മറ്റുള്ള കാര്യങ്ങളെപ്പറ്റിയും ഞങ്ങൾ എല്ലാം താങ്കൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു തന്നതായിരിക്കും. PVG നല്ല നയന്ത്ര, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. നല്ല നയന്ത്ര ശീലമുള്ള റോഷൻ ആൻഡ്രൂസിന്റെ ഭാഗത്ത് നിന്ന് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നതല്ല. പറയൂ. PV ഗംഗാധരൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നിർമ്മാതാവിന് വേണ്ട 2 ക്വാളിറ്റികളിൽ 5 ക്വാളിറ്റി ഉള്ള ആളാണ്. ഒരു കലാകാരനാണ്, തിരക്കഥയെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ചത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം, ഷേർഗ ചേച്ചി എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഈ സ്ക്രീൻ പ്ലേ ഞങ്ങൾ വായിക്കുന്നത്. പിന്നെ അന്നു മുതൽ ആ സിനിമ തീരുന്നത് വരെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻ, കാരണം നമുക്കറിയാം ഒരു വടക്കൻ വീരഗാഥ, സുജാത മുതൽ വടക്കൻ വീരഗാഥ വരെയും ചെയ്തിട്ടുള്ള ഒരു ബാനറാണ്. ആ ബാനറിൻ്റെ ലോഗോ വരുമ്പോൾ തന്നെ തിയേറ്ററിൽ ഇരുന്ന് നമ്മളൊരു സുഖം വരാറുണ്ടല്ലേ ആ ലോഗോ കാണുമ്പോൾ തന്നെ, ഗൃഹലക്ഷ്മിയുടെ. അപ്പോൾ ആ ബാനറിലെ ഒരു സിനിമ, 2 ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും, ആ സിനിമ ഇത്രയും വിഷ്വലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൽ PV ഗംഗാധരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പണമാണ്. ആ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വി ആർ ക്രിയേറ്റിംഗ് വിഷ്വൽസ്. നമ്മുടെ കയ്യിൽ നിന്നുള്ള ഒരു വിഷ്വൽ ഫീസ്റ്റ് ആയിരുന്നു ആക്ച്വലി. അദ്ദേഹം അതിന്റെ ഫുൾ ക്രെഡിറ്റും PVGക്കാണ്, ആ കമ്പനിക്കുള്ളതാണ്. അത് നമുക്കറിയാം. ആ പണം ലാഭകരമല്ലാത്തതിൽ താങ്കൾക്ക് അന്നൊരു വിഷമം ഉണ്ടായിരുന്നു? 100% ഉണ്ടായി. PVGയെ സാന്ത്വനിപ്പിച്ചോ? ഞാൻ അങ്ങനെ, അത് ഇന്നും എൻ്റെ സുഹൃത്താണ്. അങ്ങനെ നേരെ പിറ്റേ ദിവസം പോയി പണങ്ങൾ പരാജയപ്പെടുമ്പോൾ നിർമ്മാതാക്കൾ ശത്രുക്കളായി മാറുന്നു, വിജയിക്കുമ്പോൾ അവർ കുറ്റമിത്രങ്ങളായി മാറുന്നു. അങ്ങനെ ഒരു പ്രതിഭാസത്തിലൂടെയാണ് ഈ സിനിമാ വ്യവസായം കടന്നു പോകുന്നത്. താങ്കൾക്ക് തന്നെ അനുഭവം ഉണ്ടാവുമല്ലോ അത്. ഇപ്പോൾ ഉദയനാണ് താരം 2 കോടി 60 ലക്ഷം ആ കാലത്ത് ചെയ്തൊരു സിനിമയാണ്. ആ സിനിമ വലിയൊരു വിജയമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പിറ്റേ ദിവസം ആ നിർമ്മാതാവിനെ, ഇന്നും ആ നിർമ്മാതാവിൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സിനിമ കഴിയുന്നു, ആ സിനിമയുടെ നിർമ്മാതാവ് വീണ്ടും നമ്മളോട് സഹകരിക്കുന്നു അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കുന്നു, അത് വേറെ വിഷയമാണ്.
ആ സിനിമ ആ പർട്ടിക്കുലർ ടൈമിൽ ആ സിനിമ ഏറ്റവും മനോഹരമായി എങ്ങനെ പറയാൻ സാധിക്കുന്നു അതാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് വ്യക്തമായ ധാരണ നിർമ്മാതാവിന് കൊടുത്തതിന് ശേഷമേ ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളൂ. റോഷൻ, ചില സംവിധായകന്മാരെ കുറിച്ചുള്ള ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാതാക്കന്മാരുടെ പൈസ എടുത്തിട്ട് ദൂരത്തടിച്ച് കളയും പോലും, അങ്ങനെ ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട്. റോഷൻ അത് വിശ്വസിക്കുന്നില്ല. അല്ല, ദൂർത്തടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒരു വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാം പലരും വിജയം കൊണ്ടാടുന്നു, പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഒരാളുടെ മേലെത്തിടുന്നു, സംവിധായകന്റെ പ്രശ്നമാണ് എന്ന് പറയുന്നു. ഒരു കട്ടി വേണമെങ്കിൽ എനിക്ക് ഒരു പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു ശേഷിയില്ലാത്ത കൊണ്ടും ആരോ ഒരാൾ വരാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഞാൻ വെറുതെ മനസ്സിൽ അനുമാനിക്കുക വരുന്നു വിചാരിക്കുന്നത്. റോഷൻ ആൻഡ്രൂസിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല സംവിധായകരുമായി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെപ്പോലെ തന്നെ അദ്ദേഹത്തിനും ഉള്ളൊരു ഗുണം, അദ്ദേഹം ഒരു സീൻ ഇന്ന തരത്തിൽ എടുക്കണമെന്ന് മനസ്സിൽ കണ്ടാൽ ആ വിഷ്വലിനനുസരിച്ച് മറ്റു കാര്യങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലോ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ ജോലി. എന്നാലും അതിൽ ഉണ്ടാകുന്ന സാമ്പത്തിക കുറവുകളും കൂടുതലും അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ആ ലെവലിൽ പുള്ളിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഈ 2 സിനിമകളിലും ബോധ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം ഒരു നിർമ്മാതാവിന് വേണ്ട എല്ലാ ചേരുവകളും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് വളരെ കോസ്റ്റ് കുറഞ്ഞ നിലവിൽ ഒരു സിനിമ നിർമ്മിക്കാൻ കഴിയുമെന്ന് എനിക്ക് 2 സിനിമകളിലൂടെ അദ്ദേഹത്തിന് വെച്ച് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. 2 സിനിമകളുടെ കാര്യം മാത്രമേ പുള്ളി ഏറ്റെടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി സിനിമകളുടെ കാര്യം പുള്ളി വിട്ടു. വീണ്ടും വീണ്ടും പറഞ്ഞു 2 സിനിമ എന്ന് പറയുന്നത്. 2 സിനിമ വർക്ക് ചെയ്ത് അതെ, പുള്ളി 2 സ്ട്രെസ് ചെയ്തു. കോംപ്രമൈസ് ചെയ്യാറുണ്ടല്ലേ? ഇല്ല, ഈ കോംപ്രമൈസ് എന്ന് പറയുമോ, ഞാനിപ്പോൾ ഒരു സീൻ ഒരു തിരക്കഥാകൃത്ത് എഴുതുന്നു, ഇന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന ജോൺ ബ്രിട്ടാസ്, ആ ഫ്ലാറ്റിന് ചുറ്റുവട്ടുള്ള ഒരു വിഷയം എഴുതി വെച്ചു. ആ ഫ്ലാറ്റ് എന്ത്, ആ ഫ്ലാറ്റിൻ്റെ കളർ എന്ത്, ജോൺ ബ്രിട്ടാസ് ചെയ്യുന്ന ജോലി എന്ത്, ആ ജോലിക്ക് അനുസരിച്ചുള്ള പ്രോപ്പർട്ടീസ് എന്ത്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ വിഷ്വൽ ചെയ്യുന്നത്. ആ വിഷ്വലൈസേഷനാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ. ഇപ്പോൾ ഒരു നോവൽ വായിക്കുമ്പോൾ, ഒരു ചെറുകഥ വായിക്കുമ്പോൾ, അമ്പലത്തിൽ വന്ന് ബസ് ഇറങ്ങുന്ന രവി എന്ന് പറയുമ്പോൾ ബ്രിട്ടാസ് വായിക്കുന്നതും ഞാൻ വായിക്കുന്നതും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ വായിക്കുന്നതും അവരുടെ മനസ്സിൽ കണ്ട ഒരു അമ്പലവും അവരിൽ മനസ്സിൽ കണ്ട ഒരു ബസ്സും അവരിൽ മനസ്സിൽ കണ്ട ഒരു സ്ഥലമായിരിക്കും. ഒരു സിനിമ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒരു സംവിധായകൻ്റെ മനസ്സിൽ അത് വരികയാണ്. ഇത് ഞാനാണ് കാണിക്കുന്നവരെ ഒരു വിഷ്വൽ ചെയ്ത് കാണിക്കുകയാണ്. അത് ചെയ്യാൻ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ആ സീനിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണം. ആ ലിസ്റ്റ് പൂർണ്ണമായിരിക്കണം. അത് പൂർണ്ണമായിരിക്കും. അല്ലെങ്കിൽ അത് അപ്പടുത്ത് ഇപ്പൊ മുംബൈ പോലീസിൽ ഒരു ഹൈദരാബാദിൽ പോയിട്ട് ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു അറ്റാക്ക് ഉണ്ടാവും, ഷൂട്ട് ഔട്ട് ഉണ്ട്. ആ ഷൂട്ട് ഔട്ട് ഷൂട്ട് ചെയ്യാൻ സഞ്ജയ് എഴുതി വെച്ചു സീൻ. ഞാൻ വായിച്ചിട്ട് ഞാൻ പറഞ്ഞു 25 ലക്ഷം to 30 ലക്ഷം രൂപ അത് ഷൂട്ട് ചെയ്യാൻ വേണം. ഇത് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഒരു ടെലിവിഷൻ ഞങ്ങൾ ചെയ്തു. അതെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് പറഞ്ഞാൽ മതി അവിടെ എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം നരേഷനിലൂടെ നമുക്ക് പറഞ്ഞാൽ. അതായത് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇടയ്ക്കുള്ള ഒരു കോംപ്രമൈസ് അല്ല, അത് വേണ്ടാന്ന് വെച്ചിട്ട് അതിന് റീപ്ലേസ്മെന്റ് കണ്ടെത്തുക. അതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. 2ാമത്തെ സിനിമ നോട്ട്ബുക്കിന് ശേഷം വേറൊരു സിനിമ, എനിക്കൊന്ന് അതിൽ ഒരു കുറച്ചും കൂടി റോഷന്റെ നൈസർഗികമായിട്ടുള്ള ചില അപ്ബ്രിങ്ങിങ്ങിന്റെ ചില തലങ്ങളെ കൊണ്ടുവന്നോ എനിക്കൊരു സംശയമുണ്ട്. എന്നുവെച്ചാൽ റോഷന്റെ ഫാദർ, അതൊന്നും നിങ്ങൾ കൃഷിയൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിലെ ഒരു മൂല്യബോധത്തെ വേണമെങ്കിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. ഇവിടം സ്വർഗമാണ്. പെട്ടെന്ന് ഡിഫറെന്റ് ആയിട്ടൊരു ടെസ്റ്ററിൽ ഒരു സിനിമ ചെയ്യാൻ എന്താ റോഷനെ പ്രേരിപ്പിച്ചത്? ഞാനും ജെയിംസും കൂടി ഒരു കഥയുടെ ആലോചന ഇരിക്കുമ്പോൾ അന്ന് ഇവിടെ കണ്ട ഒരു പത്രവാർത്തയുണ്ട്. ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് പറയുന്നൊരു ബോർഡ് വെച്ചിട്ട് ചേരാനല്ലൊരു ആ ഭാഗത്ത് ഒരാൾ നിൽക്കുന്ന ഒരു പത്രവാർത്ത. ആ പത്രവാർത്തയാണ് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്. ഈ പത്രവാർത്തയിലുണ്ടായ വിഷയം ജെയിംസോട് സംസാരിച്ചപ്പോൾ ജെയിംസും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തു. അത് പിന്നീട് ഒരു ചർച്ച ചെയ്തു. ആ ചർച്ച നടക്കുന്ന ഘട്ടത്തിലാണ് നേരത്തെ ഈ പറഞ്ഞ പോലത്തെ ചില പേഴ്സണൽ കാര്യങ്ങൾ ലൈഫിലുണ്ടായത്. അപ്പോൾ അതെല്ലാം ഇതിലേക്കൊന്നും എടുത്ത് ആഡ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വന്നു. ഒരു സ്വന്തം ജീവിതത്തിലെ ചില അനുഭവങ്ങളും ഏതായിരുന്നു പെട്ടെന്ന് ഇഷ്യൂസ്? അല്ല, ഞാൻ പറയാം, ഫാദറിന്റെ ബിസിനസ് നടന്നപ്പോൾ KFC ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോണ് തിരിച്ചടക്കാത്ത കൊണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രതിസന്ധി വന്നത്. വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു വലിയൊരു തുക ചോദിച്ചുകൊണ്ട് അവർ നമ്മളെ സമീപിച്ചു. അപ്പം അന്ന് സഖാവ് പിണറായി വിജയൻ സാറും പിന്നെ തോമസ് ഐസക് സാറും, എനിക്ക് അവരെ പരിചയമില്ല, ഞാൻ അവരെ ഫോണിൽ വിളിക്കുകയും ഈ കാര്യം പറയുകയും ചെയ്തപ്പോൾ വളരെ മനോഹരമായി അവർ അതിൽ ഇടപെടുകയും
അതിലൊരു ന്യായമുണ്ടെന്ന് തോന്നിയിട്ട് അതിൽ ഒരു ചെറിയൊരു തുക അടച്ചുകൊണ്ട് ആ പ്രശ്നം തീർക്കുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല അവരെ വിളിച്ചു നേരിട്ട്? എനിക്ക് പരിചയമില്ല. കാരണം പല രീതിയിലും മീഡിയയും മാധ്യമങ്ങളൊക്കെ ഇതിലേക്ക് എടുത്ത് അമ്മാനമാനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് സഞ്ജയ് എൻ്റെ അടുത്ത് പറഞ്ഞു പിണറായി വിജയനെ വിളിക്കടാന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല, ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. വിളിക്കുക, അദ്ദേഹം കേൾക്കും, നീ ഫോൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ എനിക്ക് അദ്ദേഹത്തിന് നമ്പറില്ല. അപ്പോൾ ഒരു സുഹൃത്ത് നമ്പർ തന്നു, ഞാൻ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എൻ്റെ പേര് റോഷൻ, ഉദയനാട് താരം, നോട്ട്ബുക്ക്, ഇങ്ങനെ 2 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ വിഷയം, എനിക്ക് ആരെ കാണണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു അറസ്റ്റും അപ്പച്ചനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതിക്കായിട്ട് ഇങ്ങനെ KFC-കാർ വന്നിരിക്കുകയാണ്, എന്നെ സഹായിക്കണം. പുള്ളി എൻ്റെ വിഷയം ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി 2 ദിവസം പഠിച്ചു. 3-ാം ദിവസം ഫിനാൻസ് മിനിസ്റ്ററിലേക്ക് അത് ഫോർവേഡ് ചെയ്തു. അദ്ദേഹവും പഠിച്ചു. ഈ KFC-യിലെ MD വന്നു, സംസാരിച്ചു. ന്യായമുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അത് നന്ദി പറയുന്നു ആ ഒരു വലിയ മഹത്വം. സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ ഒരു രാഷ്ട്രീയ പ്രോസസ്സിലൂടെ ഒരു പ്രശ്നം പരിഹരിച്ച് കിട്ടുമെന്നുള്ളൊരു വിശ്വാസമില്ല. പക്ഷേ ഇതിപ്പോൾ റോഷന്റെ കാര്യത്തിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു പ്രതിസന്ധിക്ക് പരിഹാരമായി. പക്ഷെ ഞാൻ ഈ വിഷയം ശ്രീനിവാസനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ സമാനമായ വേറൊരു വിഷയത്തിൽ ഒരു സംവിധായകൻ വേറൊരു കാര്യത്തിലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പിണറായി സാറിനെ വിളിച്ചപ്പോൾ ഇതേപോലൊരു കറക്റ്റ് ടൈമിൽ ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വിളിക്കാൻ നമ്മൾ അറിയത്തില്ലല്ലോ, നമുക്ക് ആരാണ് ആ സമയത്ത് നമ്മളെ സഹായിക്കാന്നുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാം ഒരു ടേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും വർക്കൗട്ടായിട്ട് ജീവിത വഴിത്താറിയിലെ ഒരുപാട് ഇതുപോലുള്ള സന്ദർഭങ്ങളും അതുപോലെ മുഹൂർത്തങ്ങളുമാണ് താങ്കൾ സിനിമയിലേക്ക് പല പല ചേരുവകളായിട്ട് പല ഘട്ടത്തിൽ ചേർത്തിട്ടുള്ളത്. ഇതൊന്നും അല്ല കഥയുടെ ത്രെഡെങ്കിൽ പോലും അതൊക്കെ വിഷയമാക്കാൻ വേണ്ടിയിട്ട് വേണം ശ്രമിച്ചിട്ടുണ്ട്. അനുഭവങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ അനുഭവങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മൾ പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോഴോ ഒരു ക്യാരക്ടറൈസേഷൻ ചെയ്യുമ്പോഴോ ഒരു ക്യാരക്ടറിലേക്ക് പോകുമ്പോഴൊക്കെ ഈ അനുഭവങ്ങൾ നമുക്ക് റോഷനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വല്ല ഹോളിവുഡിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിച്ചിറങ്ങി വലിയ ഒരു പാണ്ഡിത്യത്തോടെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ സിനിമയെ ഈ രീതിയിലായിരിക്കില്ല സമീപിക്കുമായിരുന്നു, വേറെ രീതിയിലായിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പഠിപ്പീരും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നല്ലേ? ചെറിയ വേലത്തരങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു അല്ലേ? ഷാൻസ്ലോസ്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഞാൻ ബാസബേരി നാടകശാലയിൽ പ്രൊഫസർ ചന്ദ്രരാജ് സാറിന്റെ കൂടെ ഒരു 4 വർഷം നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇവിടെ കേരള ഫിലിം അക്കാദമി എന്ന് പറഞ്ഞ് തിക്കൃഷി സാറിന്റെ ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തിക്കൃഷി സാറിൻ്റെ നിന്ന് അനുഗ്രഹം മേടിച്ചവരൊക്കെ മലയാള സിനിമയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സാറിനെ കാണാൻ വേണ്ടി പോയി അനുഗ്രഹം മേടിച്ചു. പുറത്തിറങ്ങിയ വെച്ചു, ഒരു തവണയല്ലേ അനുഗ്രഹം കൊടുക്കുക, 2 തവണ ആയിക്കോളാം, ഇനി അതുകൊണ്ട് ഇനി രക്ഷപ്പെടാണ്ടിരിക്കട്ടല്ലോ എന്ന് ഓർത്ത് പിറ്റേ ദിവസം വീണ്ടും ചെന്നു. സാർ ഒന്നും കൂടി അനുഗ്രഹിക്കാൻ പറഞ്ഞു. അപ്പൊ അല്ല, ഞാൻ ഇന്നലെ അനുഗ്രഹിച്ചത് അല്ല സാർ, 2ാമത്തെ പ്രാവശ്യം അനുഗ്രഹം നടന്നോട്ടെ, കാരണം ഇനി അതുകൊണ്ട് ഇനി ഒന്നിന്റെ കുറവുകൊണ്ട് ഇതാവണ്ടല്ല. പിന്നീട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് അധ്യാപകനായിട്ടൊരു പോസ്റ്റിംഗ് കിട്ടി, ആക്ടിങ് പഠിപ്പിക്കാൻ. അപ്പോൾ 1 മണിക്കൂർ ഞാൻ ക്ലാസ് എടുത്താൽ 100 രൂപ കിട്ടും എനിക്ക്. അപ്പോൾ അവിടെ അന്നൊരു വരുമാനമാണ്. അപ്പോൾ ആ 100 രൂപ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഈ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നവരൊക്കെ വലിയ ലോ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്നെ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വരും സിലബസിലേക്ക് വരുന്ന അടുത്ത ബസ് എടുത്ത് ഇവിടെയുള്ള ലൈബ്രറിയിലേക്ക് ഓടുകയാണ്. അവിടെ പോയിട്ട് സെൻസ്ലാവിസ്കി തിയറി ഓഫ് ആക്ടിങ്ങും പുഡോഫ്കിയനും ഇതൊക്കെ എടുത്ത് വായിച്ച് പിറ്റേ ദിവസം വരുന്നു. പിറ്റേ ദിവസം ചെല്ലുമ്പോഴും ഒരു ജുബയും ഒരു ഗ്ലാസും ചെറിയ താഴേക്ക് വെച്ചിട്ട് ഒരു കലാകാരൻ ലുക്കിൽ അവർ മുമ്പിൽ പോയി പ്രത്യക്ഷം. അല്ലെങ്കിൽ ഈ 100 രൂപയായിരുന്നു എനിക്ക് പ്രധാനം. എനിക്ക് ഈ 100 രൂപ ആവശ്യമായിരുന്നു എനിക്ക്. കാരണം അന്ന് VHS കാസറ്റിന് 15 രൂപയാണ് അന്ന് VHS ഉള്ളത്. അപ്പം ഈ 15 രൂപ കൊടുത്ത് ഈ പടം കാണണം, ബാക്കിയുള്ള കുറച്ച് വീട്ടിൽ കൊടുക്കണം, ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അതും ഇതിൽ നിന്ന് തന്നെയായിരുന്നു. പക്ഷെ ഒരു 4 വർഷം പഠിപ്പിച്ചോടെ അപ്പോൾ അവർ പറഞ്ഞു ഡയറക്ഷൻ്റെ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. പിന്നീട് അപ്പം പിന്നെ ശരി, അപ്പോൾ 200 വെച്ച് ചെയ്യാൻ 200 എനിക്ക് ശരി ഡയറക്ഷൻ തുടങ്ങാമെന്ന് ഓർത്തു. അങ്ങനെ പോയി അൻസിസ്റ്റീനും. അപ്പോൾ ഒരാൾ ചോദിക്കുന്നത് എന്താണ് മൊണ്ടാഷ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അപ്പോഴാണ് ആ വാക്ക് കേൾക്കുക. ഞാൻ വരും അടുത്ത ആഴ്ചയിൽ അതിന്റെ സിലബസിൽ അടുത്ത നേരെ പോയിട്ട് പുഡോഫ്കിയൻ ഇപ്പോഴും ഇരിക്കേണ്ട ആ ബുക്ക് കാണുമ്പോൾ എനിക്ക് ആ ചിന്ത ഇപ്പോഴും മനസ്സിൽ വരും. ഒരു പക്ഷെ അതെല്ലാം ഈ തിയറി പഠിക്കുന്നത് ഒരു പക്ഷെ ഞാൻ പഠിക്കുകയായിരുന്നു. നന്ദി ആ സ്റ്റുഡൻസിനോടാണ്, ആ കുട്ടികളാണ് എന്നെ, ആ കുട്ടികളുടെ ചോദ്യം അല്ലെങ്കിൽ
ഒരു അധ്യാപകൻ പരാജയപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ബോധം കൊണ്ടാണ് ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നത്. പക്ഷെ ചില പരീക്ഷണങ്ങൾക്ക് റോഷൻ നടത്തിയിട്ടുണ്ടല്ലേ. പിള്ളേരെ കൊണ്ടുവന്ന മീൻ കൊട്ട ചുമത്തിക്കുന്നൊക്കെ പറഞ്ഞ ആരും പറയുന്നത് കേട്ടു. ഇപ്പോഴും അന്ന് ചുവന്ന പോയിരുത്തും പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് അയാൾ അവിടെ പോയി മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് മീൻ വിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഈ ചതുർവിധ അഭിനയങ്ങളിൽ ആഹാര്യം, ആംഗികം, വാചികം, സ്വാത്വികം, ഈ 4 ചതുർവിധാഭിനയങ്ങൾ പറയുമ്പോൾ അത് പഠിപ്പിക്കാനായിട്ടാണ് ഇവരെ. ഞാൻ പറഞ്ഞു, നാളെ നിങ്ങളൊരു മത്സ്യത്തൊഴിലാളിയായിട്ട് വരാൻ പറഞ്ഞാൽ അവന്റെ ആഹാര്യം എന്ന് പറയുന്നത് അവന്റെ ഡ്രസ്സാണ്. അല്ല, അവൻ എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത് വാചികമാണ്. ഇല്ല, അവനുണ്ടായ മാനസിക അവസ്ഥ എന്താണ്, ഇതെല്ലാം പെട്ടെന്നൊരു പ്രാക്ടിക്കലിലൂടെ. ഇതാണോ പച്ചാളം ബാസിയൊക്കെ ആയിട്ട് രൂപാന്തരം 100%. ഈ വിഷയം ശ്രീനേട്ടനോട് പറയുമ്പോൾ ശ്രീനേട്ടൻ ഇരുന്ന് ചിരിക്കുക. ശ്രീനേട്ടൻ പൊട്ടിച്ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീവത്സം, അത്ഭുതം, ശാന്തം, നവരസങ്ങൾ. അപ്പൊ അതിലെ എഴുതിയ അന്ന് പറഞ്ഞ മംഗലശീലെ രസവിസ്തൃതിക്ക് അംഗം മുഴുവൻ തുണയ്ക്ക് വേണ്ട കവിൽ പുരികങ്ങൾ വിശേഷാൽ കണ്ണിന ഇവതാൻ വേണം രസം ഉളവാക്കാൻ. ഈ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ശ്രീനേട്ടൻ അത് എഴുതിയെടുത്തു. എന്നിട്ട് അതാണ് പിള്ളേർ ഈ അഭിനയം പഠിപ്പിക്കാൻ വന്ന ആളുടെ പേരാണ് പച്ചാളം ബാസി. അങ്ങനെയാണ് പച്ചാളം ബാസി. എന്നിട്ട് ശ്രീനേട്ടൻ എഴുന്നേറ്റ് ആ നവരസങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയും ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ അനുഭവം വേറൊരു തരത്തിൽ കേരളത്തിലെ ആൾക്കാരെ ചിരിപ്പിക്കാവുന്ന ഒരു സംഗതിയാക്കി മാറ്റാൻ സാധിച്ചു. ആ സിനിമയിൽ ആ പച്ചാളം ബാസി എന്നുള്ള കഥാപാത്രവും അതിൻ്റെ ആ ഡയലോഗിൻ്റെ പ്രസക്തിയൊക്കെ ഒരു പക്ഷേ ആ സിനിമയെ ആസ്വാദ്യപ്രദമാക്കാൻ വേണ്ടി വല്ലാതെ സഹായിച്ചു. അപ്പോൾ ആ പടത്തിൻ്റെ ഒരു ഒഴുക്കിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങളാണ്. അപ്പോൾ റോഷന്റെ ജീവിത ഘട്ടത്തിൽ പന്താവിൽ കിട്ടുന്ന എല്ലാ ചേരുവകളും സിനിമയിലേക്ക് പയ്യെ പയ്യെ സംശീകരിക്കും. അതാണ് താങ്കൾ എന്നുള്ള കലാകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇഫ് സിറ്റുവേഷൻ നീഡഡ്, സാഹചര്യം അനുയോജ്യമാണെങ്കിൽ, അനിവാര്യമാണ്. മുംബൈ പോലീസ്, പക്ഷെ മുംബൈ പോലീസ് അങ്ങനത്തെ ഒരു താങ്കളുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടതായിരുന്നില്ലല്ലോ. അല്ല, മുംബൈ പോലീസ് ബന്ധപ്പെട്ടതാണോ? ക്ലൈമാക്സിനെ പറ്റിയല്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം ആ വർഷത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ താങ്കളെ അങ്ങോട്ട് കൊണ്ടുവരാം. റോഷൻ, ഒരു കണക്കിന് താങ്കൾ പറഞ്ഞ പോലെ ഹൈദരാബാദിലെ ആ ഷൂട്ട് രംഗം ഒരുപക്ഷെ ചിത്രീകരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അപകടമായിരുന്നു. എന്ന കാരണത്തിൽ ഒരു മലയാള സിനിമയുടെ ഒരു സാമ്പത്തിക പരിപ്രേക്ഷ്യത്തിൽ ഒതുങ്ങുന്നതായിരിക്കില്ല. അത് ഈ പറഞ്ഞ പോലെ പഴയ മഹാഭാരതം രാമായണം കാണുമ്പോൾ ഒരു എന്താ പറയണ്ടേ, ഒരു തുണി വെച്ച് കെട്ടി വാലുണ്ടാക്കിയ പോലെ ചിലപ്പം അത് ആകുമായിരുന്നു. താങ്കൾ കാണിച്ച വളരെ ബുദ്ധിപരമാണ്. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം കഥയാണ്. ഞാനത് എനിക്കൊന്ന് ബോബിയോ സഞ്ജയ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞാണ്, വേണമെങ്കിൽ ഒരു റേസർ എഞ്ച് വാക്കായിരുന്നു. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണമെങ്കിലും ഒന്ന് തെറ്റിയോ വേണമെങ്കിലും അങ്ങ് ഫ്ലാറ്റായി പോയേനെ. റിസ്ക് ആണോ എടുത്തത്, അതെയോ തിങ്ക് ട്വൈസ് അബൌട്ട് ഇറ്റ് ആക്ച്വലി? അല്ല, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ശ്രദ്ധിച്ചാൽ അറിയാതിരിക്കാം, ഞാൻ ഉദയനാനതാരമല്ല നോട്ട്ബുക്ക് അല്ല ഇവിടം സ്വർഗമാണ്, അതല്ല കാസനോവ, അതല്ല മുംബൈ പോലീസ്, അതല്ല ഹോൾഡ് അറിയൂ. അത് വളരെ ആത്മാർത്ഥമായിട്ട് പറയാം. കണ്ടന്റ്, കോൺസെപ്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ രീതിയിലാണ്. ഒരേ രീതിയിൽ ഒരേ റൂട്ടിൽ സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നാമത്തെ. അപ്പോൾ ഓരോ പരീക്ഷണങ്ങളാണ് ഓരോ സിനിമ എൻ്റെ ആദ്യ സിനിമ എന്നുള്ളതില്ല. ഈ സിനിമ വന്നപ്പോൾ ഈ കഥ സഞ്ജയ് ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ ഇത് മനസ്സിൽ ഒരു ത്രില്ലർ ചെയ്യണം, ഒരു വേറെ രീതിയിലൊരു ത്രില്ലർ ചെയ്യണം എന്നുള്ള ഇതിൻ്റെ ഒരു വിഷ്വലൊക്കെ ഈ സ്ക്രീൻ പ്ലേ എഴുതി ഒരു 10 സീൻ സഞ്ജു എഴുതി തള്ളുമ്പോൾ തന്നെ അറിയാതെ എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ് ആ ഷാഡോയും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നും പരീക്ഷിക്കാനുള്ള ഒരു മെന്റാലിറ്റിയിൽ നിന്നുണ്ടായതാണ് ആ സിനിമ എന്ന് പറയുന്നത്. പിന്നെ അതിൽ അഭിനയിച്ച ആൾക്കാരും പൃഥ്വിരാജക്കിനകത്ത് ഒരു ആപ്റ്റായിട്ട്, എന്താ കാരണം വെച്ചാൽ ഒരു പക്ഷേ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാസ്റ്റും വന്നു, അഭിനേതാക്കളും വന്നു. അതെ, എല്ലാം ചേരുംപടി എന്ന് പറയുന്നത് പോലുള്ള ഒരു സംഭവമായി. ഇവിടെ വരണ്ട ഒരാളുണ്ട്, ആ വിദ്വാനെ കൊണ്ടുവന്നില്ലെങ്കിൽ ദോഷം വിചാരിക്കുന്നത് പറ്റിയെന്ന്. വരട്ടെ. ഇതേ പ്രോഗ്രാമിൽ ശ്രീ റോഷൻ ആൻഡ്രൂസ് ബ്രിട്ടാസിനോട് എന്നെക്കുറിച്ച് പറഞ്ഞു, അവൻ മഹാകുഴപ്പക്കാരനാണ്, അവനെ സൂക്ഷിച്ചോണം എന്ന്. പക്ഷേ ഞാൻ പറയുന്നു, റോഷൻ വളരെ 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 മാന്യനാണ്. ഒരു പുരോഹിതൻ്റെ മാനസികാവസ്ഥയും വളരെ ശാന്ത സ്വഭാവമുള്ള സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനാണ് റോഷൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും എന്താണ് ചോദിക്കേണ്ടതെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട കാര്യമില്ല. കാരണം റോഷൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഒരു നോട്ടത്തിലൂടെ 1000 കാര്യങ്ങൾ സംവദിക്കാൻ കഴിവുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾ. ഒരു തിരക്കഥാകൃത്തിനേക്കാളും സംവിധായകനേക്കാളും ഉപരി 18 വർഷത്തെ സൗഹൃദമാണ്. എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് റോഷൻ ആൻഡ്രൂസിന് വേണ്ടി കൂടുതലും തിരക്കഥകൾ എഴുതുന്നത്? അതിൻ്റെ ഒരു കാര്യം, റോഷനുമായി ഒരു സിനിമ ചെയ്യുമ്പോൾ അതൊരു തിരക്കഥ എഴുത്തല്ല, അതൊരു പിക്നിക്കിന് പോകലാണ്.
ഞാൻ ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിച്ചിട്ടുള്ളത് അവൻ്റെ സാന്നിധ്യത്തിലാണ്. അത് അവൻ്റെ കാര്യത്തിലും അതങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്യോന്യം രഹസ്യങ്ങളില്ലാത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ. ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ നിർബന്ധിതനായതുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചേ തീരൂ എന്നുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ഈ ഒരുപാട് പുതുമുഖ തിരക്കഥാകൃത്തുക്കൾ വരുന്നുണ്ട്, അവർക്കൊന്നും പുതിയ സംവിധായകർ ചാൻസ് കൊടുക്കുന്നില്ല എന്നൊരു പരാതിയുമുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്. റോഷൻ ഒരിക്കൽ ഒരു ഹോട്ടൽ റൂമിൽ 2 ദിവസം മുറിയെടുത്ത് പുതുമുഖങ്ങളുടെ തിരക്കഥകൾ കേൾക്കാൻ വേണ്ടി മാത്രം 2 ദിവസം മുറിയെടുത്ത് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ശരിയാകുന്നില്ല, അതൊക്കെ എന്നെ നിരാശപ്പെടുത്തിയെന്ന്. എനിക്ക് റോഷനോട് ചോദിക്കാനുള്ള ചോദ്യം, എന്തായിരുന്നു ആ തിരക്കഥകളിലെ, അത്രയും കുറേയേറെ തിരക്കഥകൾ വായിച്ചതിൽ എന്തായിരുന്നു അവയിലൊക്കെയുള്ള ന്യൂനത, അല്ലെങ്കിൽ എന്താവണമായിരുന്നു അവയിലൊക്കെ ഉണ്ടാകേണ്ടത്? ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ. താങ്കൾ കേട്ടിട്ടുള്ള തിരക്കഥകളിൽ ഞാൻ വെറുതെ ഗണിക്കുക, ഒരു 99% ഉദയനാണ് താരത്തിൻ്റെ 2ാം പകർപ്പായിരിക്കും. താങ്കളുടെ സിനിമകളെ അല്ലെങ്കിൽ വിജയിച്ച സിനിമകളെ വീണ്ടും വേറൊരു രൂപത്തിലാക്കിയിട്ടുള്ള കഥകളായിരിക്കും. ശരിയല്ലേ? വെരി ട്രൂ. എന്തൊരു ഇൻഡ്യൂഷൻ, വെരി ട്രൂ. ഈ ഇൻഡ്യൂഷൻ വെച്ച റോഷന്റെ ഒരുപാട് ഗുരുത്തക്കഥകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ ആൻസറും. ഇത് ഞാൻ ഈ പറഞ്ഞ ശരിയാണ്. സഞ്ജു പറഞ്ഞ ഈ വായിച്ച കഥകൾ വരുന്നതെല്ലാം ഇതിനു മുമ്പ് കണ്ട കേട്ട ഒരു വലിയൊരു നിർമ്മാതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വളരെ ബ്യൂട്ടിഫുൾ സ്റ്റോറി സുരേഷൻ, അതൊന്ന് കേൾക്കണം, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, പടം ഹിറ്റാണെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ചിത്രത്തിലെ കഥയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടൻ ചിത്രം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പം അതിൽ 2 പെൺകുട്ടികളല്ലേ, ഇത് ഒരു മോളല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഭർത്താവ് ഈ പറഞ്ഞ പോലെ ഡൈവേഴ്സ് ഫസ്റ്റ് ഡേ അയാൾ മാരേജിൻ്റെ ദിവസം വരുന്നില്ല, അവസാനം വാടകയ്ക്ക് ഒരു ഭർത്താവിനെ എടുക്കുകയാണ്. വാടകയ്ക്ക് ഒരു ഭർത്താവ് എടുക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ചരിത്രത്തിൽ ഏറ്റവും ഉണ്ടാക്കിയൊരു സിനിമയാണ്, നമുക്ക് അറിയാം. അപ്പം ഈ പറഞ്ഞ പോലെ അവസാനം തിരക്കഥാകൃത്തുകൾ ഹോട്ടൽ മുറിയിൽ കാശ് കൂടുന്നു പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലാക്കിയതിന് ശേഷം ഒരു തിരക്കഥാകൃത്ത് വന്നു, കഥ പറഞ്ഞു. ഞാൻ ഇത് വർക്കൗട്ട് ആവില്ലെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ പോയപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ നോക്ക് തുറന്നത് ഈ തിരക്കഥാകൃത്ത് എൻ്റെ റൂമിൽ നിൽക്കുക. സാർ ഒരു ചെറിയ കറക്ഷൻസ് അവിടെ ഉണ്ടെന്ന്. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാതെ, കാരണം ഇവൻ മേളിലെത്തിയിരിക്കുക എങ്ങനെയോ. അപ്പോൾ അത്രയും ലെവലിലേക്ക് തിരക്കഥ എത്തിയപ്പോൾ പിന്നീട് ഞാൻ തൽക്കാലം ഇവരെയൊക്കെ വെച്ച് മുൻപോട്ട് പോകുന്നുണ്ട്, അത് മതി എന്നുള്ളൊരു ലെവലിൽ നിന്ന്. അതിലൊരു ഈ റോഷന്റെ ഈ 2 ദിവസത്തെ ലോഡ്ജ് മുറിയുടെ കാശ് പോയതിലും ആ ദൗത്യം പരാജയപ്പെട്ടതിലും സഞ്ജയന്റെ മുഖത്തൊരു വിജയഭാവം ഉണ്ട്. ഇല്ല, ഉള്ളി അങ്ങനെ ഒരിക്കലും അങ്ങനത്തെ ഒരു ആൾക്ക് എപ്പോഴും എന്നാലും റോഷനെ ഇത് ഉപയോഗിച്ചിട്ട് കളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. അതെ, അല്ലല്ല, ആളെ സംബന്ധിച്ച് ഞാൻ പുറത്ത് സിനിമ ജെയിംസ് ആൽബർട്ടുമായിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, ഇവിടെ ശ്രീനിയായിട്ടായിട്ട് ചെയ്തിട്ടുണ്ട്, സഞ്ജുവായിട്ടാണ് കൂടുതൽ സിനിമ ചെയ്തിരിക്കുന്നത്. എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ സ്ക്രീൻ പ്ലേക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, പുറത്തൊരാൾക്ക് വേണ്ടി നീ ചെയ്യ് എന്നെപ്പോഴും പറയുന്ന ഒരാളാണ്. ആൾക്ക് അങ്ങനെ ഇപ്പം ആ സമയത്ത് സഞ്ജു ട്രാഫിക്കൊക്കെ ചെയ്തിട്ടുണ്ട് പുറത്ത്. അപ്പോൾ അങ്ങനെയില്ല, അങ്ങനത്തെ ഒരു എപ്പോഴും സപ്പോർട്ടീവായിട്ടുള്ള നല്ല സിനിമകൾ ഉണ്ടാകാൻ 2 പേരും ആഗ്രഹിക്കുന്നു. അതിൽ സഞ്ജുവിനും നേരത്തെ പറഞ്ഞ പോലെ സഞ്ജുവിനും ബോബിക്ക് അങ്ങനെ ഒരു വിഷമമില്ല. ഇല്ല, അവർക്കില്ല. ഒരു പകനെയും കൂടെ നമ്മൾ കൊണ്ടുവരണം, സഞ്ജുവിനെ കൊണ്ടുവരണം സ്ഥിതിക്ക്. അതല്ലെങ്കിൽ ഇനി പറയും ഞാൻ വിവേചനം കാണിച്ചു എന്നൊക്കെ പറയും. അവിടെ റോഷനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് എൻ്റെ സഹോദരൻ സഞ്ജയുടെ അടുത്ത സുഹൃത്തായിട്ടാണ്. വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഇപ്പോൾ റോഷൻ എൻ്റെ സുഹൃത്താണോ സഹോദരനാണോ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണെന്ന് ഞാൻ പറയും. കാരണം അതുപോലൊരു ആത്മബന്ധമാണ് ഇന്ന് ഞങ്ങൾ തമ്മിലുള്ളത്. ഇപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ റോഷൻ ഒരു സിനിമയുടെ സ്റ്റോറി ഡിസ്കഷൻ, അതിൻ്റെ എക്സിക്യൂഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, അതിൻ്റെ തിയേറ്ററിലേക്കുള്ള ഓഡിയൻസിൻ്റെ റിസപ്ഷൻ, ഇതിലേക്കെല്ലാം കടന്നു പോകാറുണ്ട്. ഇതിൽ ഈ 4 ഘട്ടങ്ങളിൽ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ റോഷൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം പഠിക്കുന്നത്, ഗ്രോ അപ്പ് ചെയ്യുന്നത് ഇതിലേത് ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ്? സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേ രൂപപ്പെടുന്ന ആ ടൈം ഞാൻ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിങ് പീരീഡാണ് എൻ്റെ സിനിമ ലൈഫിലെ ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും എൻജോയ്മെൻ്റ് അതാണ്. ഓഫ്കോഴ്സ് ഷോട്ട് എടുക്കുന്നു, സിനിമ ചെയ്യാൻ പറ്റുന്നു, പക്ഷേ ആ സമയത്ത് തന്നെ സിനിമ മനസ്സിൽ ഓടാൻ തുടങ്ങും. ഈ സ്ക്രീൻ മനസ്സിൽ വന്ന് സിനിമ ചലിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ചർച്ചകൾ, അതിൻ്റെ റിസർച്ച്, ആ കഥ ഉണ്ടാവുന്നൊരു കാലഘട്ടം. എനിക്ക് തോന്നുന്നത് ശ്രീനിയേട്ടൻ്റെ ആ 4 വർഷത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്രയാണ്. പിന്നീട് സഞ്ജുവായിട്ട്, ജെയിംസുമായിട്ടും ഇവരെല്ലാവരും എനിക്കുള്ളൊരു സ്പേസ് നൽകിയിട്ട് ഒരു ടീമിൻ്റെ പ്രസക്തി റോഷൻ എന്താ? കാരണം വെച്ചാൽ ഒരു സംവിധായകൻ എന്ന് പറയുന്നത് നിങ്ങൾ അമരത്തുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ടെക്നീഷ്യൻസിൻ്റെ ഒരു സാന്നിധ്യം വേണമെങ്കിൽ ഒരാളെ നമുക്ക് കൊണ്ടുവരാം.
പടം തുടങ്ങുന്നത് മുതൽ ഒരു പടത്തിൻ്റെ ആദ്യ സീൻ മുതൽ അവസാനത്തെ സീൻ വരെ ഒരേ സ്പിരിറ്റോട് കൂടി നറേറ്റ് ചെയ്യാൻ എനിക്ക് ഇവിടുന്ന് ഇത് അടുത്തത് എന്ന് പറഞ്ഞ ആ നറേറ്റീവ് ഉൾക്കൊള്ളാൻ തീർച്ചയായിട്ടും ഒരു സിനിമ മുഴുവനായി എഡിറ്റഡ് പടം മുഴുവനായി മനസ്സിൽ ഓടേണ്ടതുണ്ട്, ആ സംവിധായകൻ ഓടേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ ഏത് ഘട്ടത്തിലാണ്, തിരക്കഥയുടെ ഏത് ഘട്ടത്തിലാണ് ചേട്ടൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് എത്രത്തോളം അതെങ്ങനെയാണ് ഒട്ടും ചോരാതെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലേക്ക് ഒരു എഡിറ്റിംഗ് ടേബിളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്, അതിനകത്തൊരു ഒരു രഹസ്യമുണ്ട്. അതൊന്ന് പ്രേക്ഷകരോട് ഷെയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഒരുപക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരാളുടെ ബൈറ്റും കൂടെ കൊണ്ടുവരണം. എന്താ കാരണം വെച്ചാൽ, അതായത് ഒരു ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ ഒരുപക്ഷെ അതേ സ്പിരിറ്റോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ സിനിമയുടെ സമഗ്രതയിലേക്ക് പ്രവേശിക്കാനുള്ള റോഷന്റെ ഒരു പ്രത്യേകമായ പാഠവം എനിക്ക് തോന്നുന്നു. ഇതിനെക്കുറിച്ച് ഒരാളെയും കൂടി നമുക്ക് കൊണ്ടുവരണം. വളരെ പ്രധാനപ്പെട്ട ഒരാള് തോന്നുന്നു. വരട്ടെ. കോമഡി സിനിമകൾ, ആക്ഷൻ സിനിമകൾ, ആർട്ടെന്ന് പറയാവുന്ന സിനിമകൾ, ഈ എല്ലാ സിനിമകൾക്കും നമ്മൾ ഒരേ രീതിയിലല്ല ആ സിനിമ അപ്രോച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഷോർട്ട് മേക്കിങ്, അതിൻ്റെ പേസ്, അതിൻ്റെ കളർ ടോൺസ്, ഇതേ സംഭവം ഞാൻ പല റോഷൻ്റെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഓരോ സിനിമയ്ക്കും ഡിഫറെൻറ്റ് ഷോർട്ട് മേക്കിങ്സ്, ഡിഫറെൻറ്റ് പേസ്, ഡിഫറെൻറ്റ് അപ്രോച്ച്. ഐ റിയലി അപ്രീഷിയേറ്റ് യു ഫോർ ടേക്കിംഗ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. അതൊരു കംപ്ലീറ്റ് ഡയറക്ടർ എന്ന് പറയാവുന്ന ഒരു ഫീലാണ്. പ്രിയൻ, താങ്കൾ ചിത്രം എന്നുള്ള സിനിമയെക്കുറിച്ച് പരാമർശിച്ചു. ഒരുപക്ഷെ അതിനുശേഷം ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ രംഗത്തേക്ക് വന്നു. റോഷൻ, ഒരു സിനിമ താങ്കൾ പറഞ്ഞല്ലോ ഒരു ത്രെഡ് രൂപപ്പെടുന്നു, അതിനെ തിരക്കഥയിലേക്ക് ആക്കുന്നു. താങ്കൾ ഒരുപക്ഷെ ആ ഫസ്റ്റ് ഷോട്ടിൽ നിന്ന് ലാസ്റ്റ് ഷോട്ടിലേക്ക് താങ്കൾ പെട്ടെന്ന് ഫോർവേഡ് അടിക്കുന്നുണ്ടാവും. എല്ലാ ദൃശ്യങ്ങളും താങ്കൾ മനസ്സിലങ്ങോട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ ആ സ്ക്രിപ്റ്റ് അറിയാതെ, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അറിയാതെ മനസ്സിലേക്കൊരു വിഷ്വൽ ഫോർമാറ്റ് വരും. അത് നമ്മളത് നയിക്കും. ഇപ്പോൾ മുംബൈ പോലീസിൽ ഞാൻ ആ ആദ്യത്തെ 10 സീൻ വായിക്കുമ്പോൾ ഈ ഷാഡോ കൊണ്ടുള്ള നടത്തങ്ങൾ, ഇപ്പം എനിക്കറിയില്ല എൻ്റെ ഫാസ്റ്റ് എന്താണെന്ന് എന്ന് പറഞ്ഞൊരു നരേഷൻ മാത്രമാണ്. പക്ഷെ അതിലേക്ക് ഒരു ആഡ് ഓൺ എന്ന് പറയുന്നത് ആ ഷാഡോ ആണ്. അയാളിൽ തന്നെ അയാളുടെ വേറൊരു രൂപമായി വരുന്ന ഒരു ഷാഡോ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഇത് തന്നെ ക്ലൈമാക്സിലും വന്നു അതറിയാതെ വരും ചില കാര്യങ്ങൾ. നമ്മൾക്ക് ഇപ്പോൾ മുംബൈ പോലീസ് പോലെ ഒരിക്കലും ഹവോൾഡാറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സെയിം ക്രൂ ആണ്, സെയിം ക്യാമറമാൻ, സെയിം ആർട്ട് ഡയറക്ടർ, സെയിം തിരക്കഥാകൃത്ത്, എല്ലാവരും സെയിം ടെക്നീഷ്യൻ. ഒരു ഹാങ് ഓവർ ഉണ്ടാവില്ല, ഒന്നുമില്ല. അതിൻ്റെ അതേ ഗ്രൂപ്പ് തന്നെയാണ് പിന്നെ ഹവോൾഡാറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിഷ്വലും മുംബൈ പോലീസ് അല്ല ഹവോൾഡാറിയും. കണ്ടന്റ്, നമ്മളെടുക്കുന്ന വിഷയം, ഒരു സീൻ പറയുമ്പോൾ ആ സീനിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. ആ സീൻ പറയാൻ പോകുന്നത് ഓരോ സംവിധായകരും, ഒരു സിറ്റുവേഷൻ 5 ഡയറക്ടേഴ്സിൻ്റെ കൊടുത്താൽ 5 ഡയറക്ടേഴ്സും 5 രീതിയിലായിരിക്കും ചെയ്യുക. മേക്ക് ചെയ്യുന്നത് 5 രീതിയിലായിരിക്കും, ഒരു സംശയമില്ല.